റിലീസ് ചെയ്ത് ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞ ശേഷം കേരള സ്റ്റോറി എന്ന സിനിമ വീണ്ടും ചർച്ചയാവുകയാണ്. കേരള സ്റ്റോറി എന്ന സിനിമ അല്ല വിഷയം. ചർച്ചയ്ക്ക് പിന്നിലെ കുത്തിത്തിരിപ്പ് രാഷ്ട്രീയമാണ് കേരളം ഇപ്പോൾ സംസാര വിഷയമാക്കുന്നത്. കഴിഞ്ഞ ദിവസം ദൂരദർശൻ ഈ സിനിമ സംപ്രേഷണം ചെയ്തിരുന്നു. പിന്നാലെ പല രൂപതകളും സിനിമ പ്രദർശിപ്പിക്കാൻ തയ്യാറായി മുന്നോട്ടും വന്നു. ഇസ്ലാമിക തീവ്രവാദം എപ്രകാരം സമൂഹത്തിൽ പിടിമുറുക്കുന്നു എന്നതാണ് സിനിമയിലെ പ്രതിപാദ്യം. നാടിനെയും നാട്ടാരെയും അടച്ചാക്ഷേപിക്കുന്ന ഒരു സിനിമ എന്നാണ് ഇടതുപക്ഷം ഉൾപ്പെടെ ഉള്ള ചില നേതാക്കളുടെ സംസാരം. ആരെയും അടച്ചാക്ഷേപിക്കാനല്ല, മറിച്ച് വിരലിലെണ്ണാവുന്ന ഒരു ന്യൂനപക്ഷത്തിൻ്റെ നിക്ഷിപ്ത താൽപ്പര്യങ്ങൾ മാത്രമാണ് പ്രതിപാദ്യം എന്നാണ് സിനിമയെ അനുകൂലിക്കുന്നവരുടെ വാദം. 2016 ഒന്നാം പിണറായി സർക്കാർ സമയത്ത് IS-മായി ബന്ധപ്പെട്ട് നിയമസഭയിൽ ഉയർന്ന ഒട്ടേറെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ഗൗരവമുള്ള ചില വിഷയങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട് എന്ന മുഖ്യമന്ത്രിയുടെ മറുപടിയും, ഇപ്പോൾ കേരള സ്റ്റോറി എന്ന സിനിമയ്ക്കെതിരെ അദ്ദേഹവും കുറച്ചേറെ പേരും നേരെ മലക്കം മറിഞ്ഞ് പുറപ്പെടുവിക്കുന്ന പ്രസ്താവനകളും വിഷയത്തെ മുന്നിൽ കണ്ട് രാഷ്ട്രീയ ലാക്കോടെ എന്ന് വേണം അനുമാനിക്കാൻ. മൈതാന പ്രസംഗത്തിലല്ല മുഖ്യമന്ത്രി മറുപടി പറയുന്നത്. മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ മറുപടി തന്നെയാണ് കേരള സ്റ്റോറി എന്ന സിനിമ ചർച്ച ചെയ്യുന്നതും. എന്നാൽ അതേക്കുറിച്ച് അതേ മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ പറയുന്നത് തെളിവുകൾ എവിടെ എന്നാണ്. ഈ ഇരട്ടത്താപ്പാണ് ആൾക്കാർക്ക് മനസ്സിലാകാത്തത്. മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് സ്വാഭാവികമായും ഇതിൽ ആശങ്കയുണ്ടാകും. ഈ സിനിമയിൽ വിശേഷിച്ചും, അല്ലെങ്കിൽ ഉണ്ടാവണം. മുസ്ലിം കമ്മ്യൂണിറ്റിയെ ആകമാനം അധിക്ഷേപിക്കുന്നു എന്ന അവരുടെ പരാതിയിൽ കഴമ്പുണ്ട് താനും. വിരലെണ്ണാവുന്ന കേസുകൾ മാത്രമാണോ എങ്കിലും പല ജനപ്രതിനിധികളും അവരുടെ മണ്ഡലങ്ങളിൽ നടന്ന സമാനമായ കേസുകളെക്കുറിച്ച് പൊതുസമൂഹത്തിന് മുന്നിൽ ചിലത് പറഞ്ഞിരുന്നു. അത്തരം ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനിടയിൽ കൂടിയാണ് കേരള സ്റ്റോറി എന്ന സിനിമ ദൂരദർശൻ കേരളത്തിൽ പ്രക്ഷേപണം ചെയ്യാൻ മുതിർന്നത്. തുടർന്നാണ് വിവാദങ്ങൾ ഉയർന്നതും. പിന്നീട് ഇത് പ്രക്ഷേപണം ചെയ്തതിനെ തുടർന്ന് വീണ്ടും ഒരിക്കൽ കൂടി വിവാദങ്ങൾ കത്തിപ്പടരുകയായിരുന്നു. സിനിമയിലേക്ക് വരാം. സിനിമയിൽ ഒരിടത്തും തന്നെ മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം അധിക്ഷേപിക്കുകയോ അവരുടെ ചെയ്തികൾ തെറ്റ് എന്ന് പറയുകയോ ചെയ്യുന്നില്ല. സിനിമയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് തീവ്രവാദം എന്ന ഒരു എലിമെൻ്റ് മാത്രമാണ്. മതത്തിനു വേണ്ടിയോ പണത്തിനു വേണ്ടിയോ മറ്റ് ഏതെങ്കിലും ഗൂഢലക്ഷ്യത്തിൻ്റെ പേരിലോ വളരെ ചെറിയ ഒരു വിഭാഗം തീവ്രവാദത്തിലേക്ക് അതേ താല്പര്യത്തോടെ എടുത്തു ചാടുന്നുണ്ട്. അത്തരക്കാരാണ് മറ്റ് വിഭാഗത്തിൽപ്പെട്ടവരെ ആകർഷിച്ച് വശത്താക്കി അഥവാ ഇരകളാക്കി മറ്റു രാജ്യങ്ങളിലേക്ക് ലൈംഗിക തൊഴിലാളികളായോ അവർ ലക്ഷ്യം വയ്ക്കുന്ന മറ്റു പ്രവർത്തനങ്ങൾക്കായോ കടത്തിക്കൊണ്ടുപോകുന്നത്. മുസ്ലിം സമുദായത്തിന് ആകമാനം നാണക്കേട് വരുത്തുന്ന ഒരു പ്രവൃത്തി കൂടിയാണത്. കൂട്ടത്തിൽ വളരെ കുറച്ച് പേർ ഇങ്ങനെ ഉണ്ടല്ലോ എന്ന ചിന്തയുള്ളവരാണ് ഇസ്ലാം സമുദായ അംഗങ്ങളിൽ ബഹുഭൂരിപക്ഷവും. പക്ഷേ തീവ്രവാദ സ്വഭാവമുള്ള ചില സംഘടനകൾ കേരളത്തിലെ സമാധാനകാംക്ഷികളായ ഇസ്ലാം മത വിശ്വാസികളിൽ ചെലുത്തിയ സ്വാധീനം കാരണം മറിച്ചൊന്നും പറയാനാകാത്ത അവസ്ഥയിലാണ് മുസ്ലിം സഹോദരങ്ങളിൽ പലരും. തികച്ചും നിസ്സഹായരാണിവർ. മോഡറേറ്റ് മുസ്ലിംസ് എന്നറിയപ്പെടുന്നവർ, ഒന്നും തുറന്നു പറയാനാകാത്തവർ, അതിന് തുനിഞ്ഞാലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഓർത്ത് മൗനം പൂണ്ടിരിക്കുന്ന സാധാരണക്കാരായ പാവം മതവിശ്വാസികൾ. പരിശുദ്ധരാണോ എന്നും പക്ഷം പിടിക്കാത്തവരാണ് എന്നും അവകാശപ്പെടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും VD സതീശനും ഭരണ പ്രതിപക്ഷ കക്ഷികളിലെ ഒട്ടേറെ നേതാക്കളും ഈ സിനിമ കേരളത്തെ അപമാനിക്കുകയാണ് എന്ന് പറയുന്നിടത്താണ് ഇതിനു പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയം വ്യക്തമാക്കപ്പെടുന്നത്. അല്ലെങ്കിൽ ഇക്കൂട്ടർ ഒളിപ്പിച്ചു കടത്തുന്ന രാഷ്ട്രീയം മറനീക്കി പുറത്തു വരുന്നതും അവിടെയാണ്. പേരിൽ മാത്രമാണ് കേരള ഉള്ളത്. എന്നാൽ സിനിമയിൽ എവിടെയും കേരളത്തെ ഒന്നടങ്കം അപമാനിക്കുന്നില്ല. വാക്കുകൊണ്ടോ സൂചന കൊണ്ടോ കേരളം മൊത്തം ഇങ്ങനെയാണ് എന്ന് എവിടെയും പറയുന്നില്ല. തീവ്രവാദത്തിൻ്റെ പേരിൽ ചിലരെ ആകർഷിച്ച് കൊണ്ടുപോകുന്നു എന്ന് മാത്രമാണ് പറയുന്നത്. കേരളത്തിനെതിരെയാണ് ഇതൊക്കെ എന്ന് CPM-ഉം കോൺഗ്രസും മത്സരിച്ച് പറയുന്നത് ദുഷ്ടരാഷ്ട്രീയ ലാക്കോടെയാണ്. മുസ്ലിം വോട്ടുകൾ മാത്രമാണ് അവരുടെ ലക്ഷ്യം. യഥാർത്ഥ മുസ്ലിംകളുടെ വോട്ടാണ് അവർക്ക് ലക്ഷ്യമെങ്കിൽ ആ സിനിമയിൽ ചർച്ച ചെയ്യുന്ന മതതീവ്രവാദത്തെ ഇല്ലായ്മ ചെയ്യുന്ന ആഹ്വാനവുമായി മുസ്ലിം സമുദായ അംഗങ്ങളോട് മുന്നോട്ട് വരാൻ അഭ്യർത്ഥിക്കണമായിരുന്നു. സമുദായത്തിന് ചീത്തപ്പേരുണ്ടാക്കുന്ന ഇത്തരക്കാരെ കണ്ടെത്തി അവർക്കെതിരെ അണിനിരക്കണം എന്ന് ആവശ്യപ്പെടാമായിരുന്നു. ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും ചെയ്യേണ്ടിയിരുന്നത് അതാണ്. പക്ഷേ അവർ അത് ചെയ്യുന്നതിന് പകരം കേരള സമൂഹത്തെ മൊത്തത്തിൽ അപമാനിക്കുന്നു എന്ന ഒരു നറേറ്റീവ് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും മറ്റുള്ളവർക്ക് ചേർത്തു നിൽക്കാൻ അത് ഒരു ബുദ്ധിമുട്ടുമാകും. പലപ്പോഴും കേരള സ്റ്റോറിയെ അനുകൂലിക്കുന്നവർക്ക് പറ്റുന്ന പ്രശ്നവും അതാണ്. വളഞ്ഞ നറേറ്റീവ് സൃഷ്ടിക്കുന്നവർക്കൊപ്പം മാധ്യമങ്ങളുമുണ്ട്.
അവരും പറയുന്നത് കേരളത്തെ അപമാനിച്ചു എന്നാണ്. എന്നാൽ കേരളം എന്ന സംസ്ഥാനത്തെ ആ സിനിമ ഒരിടത്തും തന്നെ അപമാനിക്കുന്നില്ല. ഐസിസ് റിക്രൂട്ട്മെൻറ്റുകൾ കൂടുതലായി നടന്ന ഇടം എന്ന നിലയിലാകണം കേരള സ്റ്റോറി എന്ന പേര് ഒരുപക്ഷെ സ്വീകരിച്ചിട്ടുണ്ടാകുക. ഇവിടെ നിന്നും കടത്തപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ ജയിലിൽ കിടക്കുന്നവരെക്കുറിച്ചുള്ള മാധ്യമ വാർത്തകൾ കഥയൊന്നുമല്ലല്ലോ. ആടിനെ പട്ടിയാക്കാൻ കഴിവുള്ളവർ സൃഷ്ടിച്ച ഒരു നറേറ്റീവിൽ ഒരു വലിയ സമുദായം വീണുപോയി എന്നതാണ് സത്യം. കേരളത്തെ അപമാനിക്കുന്നു എന്ന് ഭരണപക്ഷം പറയുമ്പോൾ പ്രതിപക്ഷത്തിന് എങ്ങനെ മാറി നിൽക്കാനാകും? മുസ്ലിം ലീഗ് അവരോട് ചേർന്ന് നിൽക്കുന്ന ഒരു കക്ഷിയല്ലേ. മുസ്ലിം ലീഗ് ആകട്ടെ മോഡറേറ്റ് മുസ്ലിങ്ങളുടെ ഒരു സംഘടന കൂടിയാണ്. എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും അവർക്കും മാറി നിൽക്കാനാകില്ല. അനുകൂലമായി നിൽക്കാൻ അവരും നിർബന്ധിതമാകുന്നത് അവിടെയാണ്. മറ്റു പലയിടങ്ങളിലും പ്രദർശിപ്പിച്ച ശേഷമാണ് സിനിമ കേരളത്തിലേക്ക് എത്തുന്നത്. ഇന്ന് തള്ളിപ്പറയുന്നവർ ഈ സിനിമ ശരിയാണ് എന്ന് പിന്നീട് പറയും എന്ന സിനിമയുടെ ഡയറക്ടറുടെ പഴയ വാചകങ്ങളാണ് ഇപ്പോൾ ശരിയായിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ക്രിസ്ത്യൻ പള്ളികളിലൂടെ യാഥാർത്ഥ്യമായി കാണുന്നതും അതാണ്. അന്ന് എതിർത്തിരുന്ന ചിലർക്ക് കാര്യങ്ങൾ യാഥാർത്ഥ്യമാണെന്നും മുൻകരുതലുകളും ചെറുത്തുനിൽപ്പുകളും ഇന്ന് ആവശ്യമാണെന്നും തോന്നാൻ ഒരു വർഷമെടുത്തു എന്നത് മാത്രമേയുള്ളൂ. സിനിമ ചർച്ച ചെയ്യുന്ന വിഷയത്തിന് ഇപ്പോഴും പ്രസക്തിയുണ്ട് എന്നതാണ് ക്രിസ്തീയ സഭകളെ ഒരുപക്ഷെ സിനിമയ്ക്ക് അനുകൂലമായി ചിന്തിച്ചാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക. ക്രിസ്തീയ സഭകളുടെ മേൽനോട്ടത്തിൽ ഉള്ള ജാഗ്രതാ സമിതികളുടെ ശ്രദ്ധയിൽ മാത്രം ഏതാണ്ട് 300ഓളം ഇത്തരം കേസുകൾ വന്നിട്ടുണ്ട് എന്നാണ് വാർത്തകൾ. ഇതിൽ തന്നെ പകുതിയോളം മതപരിവർത്തനത്തിൻ്റെ കേസുകളും കൂടിയാണ്. വെറുതെ ഒരു കണക്കെടുപ്പ് ജാഗ്രതാ സമിതികൾ നടത്തുമോ? ജാഗ്രതാ സമിതികൾ ഇത്തരത്തിൽ കണക്കെടുപ്പ് നടത്തേണ്ടതിൻ്റെ സാഹചര്യം കേരളത്തിലുണ്ടോ? അതുവേണ്ടേ ആലോചിക്കാൻ. പ്രണയത്തിന് എതിരില്ലാതിരിക്കുമ്പോഴും ചതിക്കപ്പെടുന്ന കല്യാണങ്ങൾ മാത്രമേ എതിർക്കപ്പെടുന്നുള്ളൂ. ദുഷ്ടബുദ്ധിയോടെയുള്ള പ്രണയങ്ങളെ മാത്രമേ എതിർക്കുന്നുള്ളൂ. ലൈംഗിക അടിമകൾ ആയി ഉപയോഗിക്കാൻ കൊണ്ടുപോകുന്നു എന്നുമൊക്കെ തിരിച്ചറിയുമ്പോഴാണ് അത്തരം കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാനായി ജാഗ്രതാ സമിതികൾ ഉണ്ടാക്കിയത്. ഈ സിനിമ കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷം തകർത്തുകളയും എന്ന് പറഞ്ഞ് സിനിമ പ്രദർശിപ്പിക്കരുത് എന്ന് ദൂരദർശനോട് ഇടത് വലത് നേതാക്കൾ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ സിനിമ സംപ്രേഷണം ചെയ്യപ്പെട്ടിട്ടും കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷത്തിന് ഒരു കോട്ടവും സംഭവിച്ചില്ല. മാത്രമല്ല സിനിമയ്ക്ക് കൂടുതൽ മൈലേജ് ലഭിച്ചു. സിനിമയ്ക്കുള്ളിൽ രാഷ്ട്രീയ അജണ്ട ഉണ്ട് എങ്കിലും ഇല്ല എങ്കിലും ഈ സിനിമ കാണേണ്ടവർ ഒക്കെ കണ്ടു കഴിഞ്ഞിരിക്കും. തിരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് ലാക്കാക്കി വീണ്ടും ഈ സിനിമയെ ചർച്ചയിൽ കൊണ്ടുവന്നതും ഇടത് വലത് നേതാക്കളാണ്. എതിർക്കപ്പെട്ടാൽ കൂടുതൽ ആൾക്കാർ ഈ സിനിമ കാണും എന്ന ദുഷ്ടലാക്ക് ഈ നേതാക്കൾക്ക് ഉണ്ടായിരുന്നോ എന്നും സംശയിക്കേണ്ടതായിട്ടുണ്ട്. മലയാളികളിൽ ഭൂരിഭാഗവും ദൂരദർശൻ ചാനൽ കാണാത്തവരാണ്. അവർ പോലും കുത്തിയിരുന്ന് ഈ സിനിമ കണ്ടു എന്നതാണ് വാസ്തവം. സിനിമ പ്രദർശിപ്പിക്കും എന്ന് പറഞ്ഞ ചില ക്രിസ്ത്യൻ രൂപതകൾക്കെതിരെ വാളെടുത്തപ്പോൾ കൂടുതലിടങ്ങളിൽ സിനിമ പ്രദർശിപ്പിക്കുന്ന അവസ്ഥയും സംജാതമായി. മാത്രമല്ല കഴിയുന്നത്ര ഇടങ്ങളിൽ ഈ സിനിമ പ്രദർശിപ്പിക്കും എന്ന് പല സഭകളും വ്യക്തമാക്കിയിട്ടുമുണ്ട്. നമ്മുടെ നേതാക്കൾ ഉണ്ടാക്കി വെച്ച വിനയാണിത്. വളരെ കഷ്ടമാണിത്. വെറുതെ പോകേണ്ടിയിരുന്ന ഒരു സിനിമയെ കുത്തിപ്പൊക്കി കേരളത്തെ അപമാനിക്കുന്നു എന്ന് നാട് മുഴുവൻ വിളിച്ചു കൂവി രാഷ്ട്രീയ ലാഭത്തോടെയുള്ള ഒരു നറേറ്റീവ് സൃഷ്ടിക്കുകയായിരുന്നു ആദ്യം. എന്നാൽ ആ കുതന്ത്രം പൊളിയുന്ന കാഴ്ചയ്ക്കാണ് ഇപ്പോൾ കേരളം സാക്ഷ്യം വഹിക്കുന്നത്. നേതാക്കൾക്ക് ഇതൊക്കെ രാഷ്ട്രീയം മാത്രമാണെങ്കിൽ മുറിവേൽക്കുന്നത് കേരളത്തിലെ സർവ്വ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്കും കൂടിയാണ്. സഭാവിശ്വാസികളെ അവിടെ തന്നെ നിർത്താനുള്ള പെടാപ്പാടിലാണ് സഭകളും അച്ഛന്മാരും. കൊണ്ടുവന്ന നറേറ്റീവ് പൊളിഞ്ഞു. ആ യാഥാർത്ഥ്യത്തിന് അടിവരയിടുന്നതാണ് ജനങ്ങളുടെ പ്രതികരണവും. സ്വന്തം സഭാവിശ്വാസികളുടെ സംരക്ഷണത്തിന് ബോധവൽക്കരണം എന്ന നിലയിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ സിനിമ പ്രദർശിപ്പിക്കാൻ മുന്നോട്ട് വരും എന്ന അവസ്ഥയാണ് ഇപ്പോൾ. സിനിമ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം വളരെ ഗൗരവമുള്ളതാണ്. സത്യത്തിൽ സിനിമ അല്ല ഇവിടെ വിഷയം. സിനിമയ്ക്ക് പിന്നിലെ കുത്തിത്തിരിപ്പ് രാഷ്ട്രീയമാണ് വിഷയം. വലിയ വായിൽ മതേതരത്വം പറഞ്ഞ് സിനിമയെ അന്ന് തള്ളിപ്പറഞ്ഞ പള്ളി മേധാവികൾ പോലും ഇന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കി സിനിമയെ ഏറ്റെടുത്തിരിക്കുന്നു. നേതാക്കളുടെ പ്രസ്താവനകൾക്ക് പിന്നിലെ രാഷ്ട്രീയ പൊള്ളത്തരം അവർക്കും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ ഈ സിനിമ പ്രദർശിപ്പിക്കുന്നു എന്നാണ് ഇടത് വലത് നേതാക്കൾ പറയുന്നത്. തിരഞ്ഞെടുപ്പ് അല്ലാതിരുന്ന സമയത്തും സിനിമയെ വളച്ചൊടിച്ച് വിവാദമുണ്ടാക്കാനായിരുന്നു ഇവരുടെ ശ്രമവും. സർവ്വമതങ്ങളിലും പെട്ട സമാധാനകാംക്ഷികളായ ബഹുഭൂരിപക്ഷം പേരിലും ആശങ്കയുടെ വിത്തുകൾ പാകാൻ മാത്രമേ സിനിമയ്ക്കെതിരായ നറേറ്റീവിലൂടെ നമ്മുടെ നേതാക്കൾക്ക് കഴിഞ്ഞുള്ളൂ എന്നതാണ് സത്യം. സിനിമ കണ്ട് ജനം തീരുമാനിക്കട്ടെ അതിലെ തെറ്റും ശരിയും.